നമ്മൾ ഏൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട SVGBHS +2 NSS ടീമിനെ ഞങ്ങൾ ഹാർദവമായി കർണാലയം ഓഡിറ്റോറിയത്തിലേക്ക് ക്ഷണിക്കുകയാണ്. മനസ്സെന്നാവട്ടെ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഇന്ന് സെപ്റ്റംബർ 24 നാഷണൽ സർവീസ് സ്കീം ഡേ. ഇന്ന് നമ്മുടെ ഈ ഒരു ദിവസം നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് കുറെ നല്ല അച്ഛനമ്മമാരോടൊപ്പമാണ്. ഒരു NSS വോളണ്ടിയറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് NSS സ്ഥാപക ദിനം. ആ ദിനം ആഘോഷിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലത്താണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് ഈ ദിവസം ഈ അച്ഛനമ്മമാരോടൊപ്പം ചെലവഴിക്കാൻ സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ആഘോഷത്തെ പറ്റി ചിന്തിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വന്നത് ഈ കിടങ്ങന്നൂർ കരുണാലയത്തിന്റെ ചിത്രമാണ്. അപ്പോ ഈ ഭാഗ്യത്തിന് ഒരുപാട് നന്ദി. നമുക്ക് നമ്മുടെ കാര്യപരിപാടികളിലേക്ക് കിടക്കാം. ആദ്യം തന്നെ പ്രാർത്ഥനയ്ക്കായി കൊയർ ടീമിനെ ക്ഷണിക്കുന്നു. ശ്രീയും വിജയവും ആനന്ദവും ഒന്നായി ചേർന്ന മഹർഷേനി കർമ്മം നല്ലതും ചെയ്യാൻ ഞങ്ങളെ ധർമ്മ വഴിക്കു നടത്തേണം. സ്വാഗത പ്രസംഗത്തിനും ഒപ്പം ആമുഖത്തിനുമായി സ്റ്റാഫ് സെക്രട്ടറി ജ്യോതിഷ് സാറിനെ ക്ഷണിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ തന്നെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പള്ളിക്കൂടമാണ് എന്ന് കഴിഞ്ഞ 26 വർഷമായി കടങ്ങൂർ പള്ളിക്കൂടത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ NSSന്റെ നാഷണൽ സർവീസ് സ്കീമിന്റെ ദിനാഘോഷം സെപ്റ്റംബർ 24 ആഘോഷിക്കുമ്പോൾ അതിനുവേണ്ടി ഈ കരുണാലയം തെരഞ്ഞെടുക്കുവാൻ ശ്രീലക്ഷ്മി പറഞ്ഞതുപോലെ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. അവിടെയൊക്കെ ഒപ്പം ഇരിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ അവരുടെ വീട്ടില് മുത്തശ്ശിമാരോടും മുത്തശ്ശന്മാരോടും ഒക്കെ തന്നെ ഇരിക്കുന്ന ഓർമ്മകളിലേക്ക് പോകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീജ ടീച്ചറിനെ സ്വാഗതം ചെയ്യുന്നു. ഈ അമ്മമാരുടെ കൂടെയും അച്ഛന്മാരുടെ കൂടെയും ഞങ്ങളുടെ സാറ് പറഞ്ഞ പോലെ പേരക്കുട്ടികളായിട്ടുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂടെയും നമുക്കൊരു ദിവസം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ചെലവഴിക്കാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അടുത്തതായി ഉദ്ഘാടന പ്രസംഗത്തിനായി നമ്മുടെ PTA പ്രസിഡന്റ് പ്രദീപ് സാറിനെ ക്ഷണിക്കുന്നു. നമ്മുടെ അഭിപ്രായം അവരോട് ചോദിക്കുക, അവരുടെ അഭിപ്രായം നമ്മളോട് പറയുക. അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഇന്നുള്ളത് മുഴുവൻ. അച്ഛനും കൊച്ചുമക്കളുമാകാം. അപ്പൊ അതുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരിക ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്തതായി ആശംസ അറിയിക്കുന്നതിനായി മൈത്രി സെക്രട്ടറി സന്തോഷ് സാറിനെ ക്ഷണിക്കുന്നു. നമ്മുടെ നാടുകൾ ഒത്തിരി മാതൃകൾ സൃഷ്ടിച്ച ഈ വിദ്യാപീഠത്തിന് മേൽക്കുമേൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ടും ഓണാശംസകൾ നേർന്നുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസ അറിയിക്കുന്നതിനായി PTA എക്സിക്യൂട്ടീവ് അംഗം മൈൻ സാറിനെ ക്ഷണിക്കുന്നു. നമ്മുടെ NSS സ്ഥാപക ദിനമായ ഈ ദിവസം കൂടുതൽ മനോഹരമാക്കാൻ നമ്മുടെ കൂട്ടുകാരെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. ഈ കലാവിരുന്നിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. കിളിക്കൊഞ്ചൽ സീസൺ 4ന്റെ സംസ്ഥാനതല കവിതാലാപന മത്സരത്തിൽ 3ാം സ്ഥാനം കൈവരിച്ച നമ്മുടെ NSS വോളണ്ടിയർ ശ്രീനന്ദ ബിനുവിനെ കവിത ആലപിക്കുന്നതിനായി ക്ഷണിക്കുന്നു. പ്രശസ്ത കവി ശ്രീ അയ്യപ്പ പണിക്കരുടെ അഗ്നിപൂജ. ആദിരാവിന്റെ അനാദി പ്രകൃതിയിൽ ആരംഭമിട്ടോരസംസ്കൃത ചിന്തയിൽ നീറിയുറഞ്ഞു മുടഞ്ഞു മുരുകിയും ഭൂതപ്രപഞ്ചമൊരുക്കും സനാതന കാലമതിന്റെ ചെതുമ്പലെരിഞ്ഞൊരു നാളമുയർന്നു തെളിഞ്ഞതാ
സൂരചക്രത്തിലൊതുങ്ങി വിളങ്ങിയ വീരരസത്തെ പകർന്നു കൊടുക്കയാൽ തൻ കരൽ കൊത്തി വിളങ്ങുവാനെത്തുന്ന വൻ കഴുകന്റെ ചിറകടിയേൽക്കിലും ഞെട്ടാതമ്യമായി തൽസിരാചക്രത്തിൽ അത്ഭുത വീര്യമായി നിന്നതാണഗ്നി നീ. പഞ്ചേന്ദ്രിയങ്ങൾ അറുത്തു ഹോമിച്ചതാം വഞ്ചിതാജ്വാലതൻ ഗ്രീഷ്മാതരത്തിലും നന്മയും തിന്മയും സ്നേഹമോഹങ്ങളും ഒന്നായുറയുന്ന മഞ്ഞുകാലത്തിലും വൻ തപം ചെയ്തമരത്വം ലഭിക്കുന്ന സഞ്ചിത പുണ്യ പരിപാകമഗ്നി നീ. അടുത്തതായി നമുക്കൊരു ലളിതഗാനം ആസ്വദിച്ചാലോ? അതിനായി ദേവിക അനിൽകുമാറിനെ ക്ഷണിക്കുന്നു. മഞ്ജീരമണിയും മലയാൻ മകൾ മതിലേഖമാലയം മെഴുകിയ വേദി. മഞ്ജീരമണിയും മലയാൻ മകൾ ആവണി പൗർണമി മുഖ നോക്കുവാനെത്തും നിലരുടെ നിർമ്മല നീർത്തടത്തിൽ. അടുത്തതായി വഞ്ചിപ്പാട്ടില്ലാതെ നമ്മൾ ആറന്മുളക്കാർക്ക് എന്താ ആഘോഷം? ഒരു വഞ്ചിപ്പാട്ട് കേട്ടാലോ? വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് അടുത്തത്. വയലിൻ മധുരവുമായി ശ്രീ പാർവതി. ും
കേരളീയ കലാരൂപമായി തിരുവാതിരയുമായി എത്തുന്നു NSS വോളണ്ടിയേഴ്സ്. പ്രിയമുള്ള കുഞ്ഞുങ്ങളെല്ലാവർക്കും നമസ്കാരം. മനസ്സൊന്നാവട്ടെ. ഇവർ വിചാരിക്കുക എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന്. ഞങ്ങൾ പരസ്പരം കാണുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് മനസ്സൊന്നാവട്ടെ എന്നുള്ളത്. നമ്മൾ വെറുതെ നിങ്ങളെല്ലാം പറഞ്ഞ എങ്ങനെയാണ് വലത് കൈ അല്ലേ ഹൃദയത്തോട് ചേർത്താണ് പറയുന്നത് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മളങ്ങനെ പറയുന്നത്. NSS ഗീതമൊക്കെ നിങ്ങൾ ചൊല്ലിയില്ലായിരുന്നോ? ചൊല്ലി. അപ്പോൾ അത് ഈ അമ്മമാരൊക്കെ കേട്ട് കാണും, അച്ഛന്മാരൊക്കെ. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു പാട്ട്, ഒരു ഗാനമാണ് നമ്മുടെ NSS ഗീതമൊക്കെ. ഇന്നത്തെ പിന്നെ ആശാന്റെ തപ്പു വേണം. കുട്ടിക്കു മാറ്റുന്നുണ്ടായ കല്യാണം. വേണം കയ്യിലു വേണം പിന്നെ ആശാന്റെ തപ്പു വേണം. വേണം കയ്യിലു വേണം പിന്നെ ആശാന്റെ തപ്പു വേണം. കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണെ കൊഞ്ചും വളയിട്ട് കൈകൊട്ടു. മറക്കില്ല. അത്രയ്ക്ക് വികാര തീവ്രമായ ഒരു നിമിഷങ്ങളാണ് ഇന്നേ ദിവസം കർണാലയ ട്രസ്റ്റിൽ ഞങ്ങൾ എത്തിയപ്പോൾ ഞങ്ങൾക്കുണ്ടായത്. ഒരിക്കലും മറക്കില്ല എന്ന് പറയാൻ കാരണം അത് അച്ഛനമ്മമാരുടെ ചിരിയിൽ നിന്ന് വരികയായിരുന്നു. മറ്റൊന്നിന് പകരം വയ്ക്കാനില്ലാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു അത്. അവരുടെ ആ ചിരിയും സംതൃപ്തിയും ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒന്നായിട്ട് കണക്കാക്കുന്നു. ഇപ്പോഴത്തെ സമൂഹത്തിൻ്റെ തെറ്റിദ്ധാരണകളും പ്രായാതീതമായി സ്നേഹിക്കാൻ കഴിയില്ല എന്ന് അവർ വിശ്വസിക്കുന്ന അത് കപടമാണെന്ന് പറയുകയാണ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും വാർദ്ധക്യം ആരുടെ ഒരു കുറ്റമല്ല. നമ്മളെല്ലാവരും അത് അംഗീകരിക്കണം. പ്രായഭേദമില്ലാതെ സ്നേഹിക്കാനും സന്തോഷിക്കാനും കരുതാനും സാന്ത്വനിക്കാനും എല്ലാവരും കൂടെ ഉണ്ടാവണം എന്ന് തന്നെയാണ് അവരുടെ ഉള്ളിൽ നിന്ന് അവർ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവരുടെ ഉൾവേവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരോടൊപ്പം ഒരു നേരം കഴിയാൻ സാധിച്ചതിലുള്ള നന്ദിയും അറിയിക്കുന്നു. മാത്രമല്ല ഇതൊരു മുൻജന്മ സുഹൃതമാണ് എന്ന് കരുതുന്നു. നമ്മുടെ വെബ്സൈറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു. സാർ അത് പരിശോധിക്കുന്നു. നമ്മുടെ NSSൻ്റെ എല്ലാ പരിപാടികളും ഈ വെബ്സൈറ്റിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ NSSൻ്റെ വാർത്തകൾ, ഓരോ ദൈനംദിന പരിപാടികൾ, ഓരോ ആഴ്ചത്തിലെ ഹൈലൈറ്റ്, ഇതിൻ്റെ ആർക്കൈവ് ഗാലറി, അങ്ങനെയെല്ലാം ഈ വെബ്സൈറ്റിൽ ഉണ്ടാവും. ചെലവഴിക്കാനും ഇവിടുത്തെ അച്ഛനമ്മമാരുടെ പരിപാടികൾ കേൾക്കാനും അവരോട് ഒത്തിരിക്കാനും സംസാരിക്കാനും ഒക്കെ നിങ്ങൾ അവസരം കണ്ടെത്തി എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. പ്രത്യേകമായി നിങ്ങളെ അതിന് അഭിനന്ദിക്കുകയും കൂടിയാണ്.